എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. 3 ദിവസമായിട്ട് നമ്മൾ കൊടൈക്കനാലിൽ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ വ്ളോഗുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. സൈക്കിൾ ഓട്ടി എന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടാൻ പോകുന്നത് ഞാൻ 3 ദിവസം താമസിച്ച സ്വന്തം വീട് പോലെ കരുതിക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു സെലിബ്രിറ്റി ഷെഫുണ്ട്. ആളുടെ ഷെഫിൻ്റെ ചെറിയൊരു വില്ല ഹോം, ഫീൽസ് ലൈക്ക് ഹോമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 ദിവസം ഞാൻ താമസിച്ച ചെറിയൊരു വില്ല ഇതുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ സൈക്കിൾ പാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടെന്ന് ഒരു റിലാക്സിങ് വ്ളോഗാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽ ട്രിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്ന് ഉറപ്പാണ്. ഞാൻ നിങ്ങൾ വ്യൂസ് ആൾക്കാർ കണ്ടതും കമൻറ്റും കാര്യങ്ങളും ഞാൻ അറിയുന്നത്. സോ പുതിയ വീഡിയോയിലേക്ക് കിടക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടുന്ന് ഇൻട്രോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്ക് സൈഡിലത്തെ ഇതാണ് കേട്ടോ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ വില്ലകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വീടുകളൊക്കെ ഇല്ല, ഇങ്ങനത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല പാട്ടും മേളമൊക്കെ ആയിരുന്നു കേട്ടോ. ആ വീട്ടിൽ ഈ കാണുന്നതിൽ ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നത് ഒരു കിടിലൻ നല്ലൊരു സ്ഥലമാണ്. കുറച്ചുള്ളിലേക്കാണ്. അത് നിങ്ങൾ കാറിലൊന്നും കുഴപ്പമില്ല, സൈക്കിളിൽ വരുമ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ നിൽക്കണത് ഒരു ആംഗിളിലാണ് കേട്ടോ. ഇവിടെയാണ് നിൽക്കണത്. സോ അവിടെയാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വേറെ ബിൽഡിംഗ് ആണ്. അവിടെ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. സിയമാറ്റിക് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിയില്ല, കൃത്യമായിട്ട് ചോദിച്ചു നോക്കി വെക്കാം. കാർ പാർക്കിങ്ങും ബാക്കി പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ ഇത് വരണത്. പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇന്ന് ഫുൾ റിലാക്സിങ് ആണ് കേട്ടോ. ഡോഗ് ഇപ്പോൾ നിലവിലില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാം, ഗേറ്റ് അടയ്ക്കാം. അവിടെ ഒരു തുരപ്പൻ പട്ടിയുണ്ട് കേട്ടോ, അത് പണിയാണ്. രാത്രിയിലത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ രാത്രി കുറേ നേരമല്ല, 10 മണിയാകുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങും. അത്രയ്ക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വ്യൂ ഉള്ള ഒരു ബാൽക്കണി റൂമാണ് എനിക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി ചെറിയൊരു ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് 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 ഹായ്, എവിടെ இருக்குங்க? പേര് ഞാൻ മറന്നിട്ട്. ബാസുദേവ് ആണ് ഇവിടുത്തെ കെയർ ടേക്കർ കം ഓൾ ഇൻ ഓൾ. അപ്പോൾ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിളും കാര്യങ്ങളും ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ഏരിയ വരുന്നത്. ചെറിയൊരു ഹോം ആണ് കേട്ടോ. ചെറിയൊരു വീട് പോലെ ഫീൽ ആകുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യണം, അത് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ താഴെ ഇവർക്ക് ഇത് കിച്ചൺ ഏരിയ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു റൂട്ടാണ്. ഇവിടെ വരണത് ഇത് ഇന്നലെ വന്നിട്ട് ഞാനിങ്ങനെ മണിയടിച്ചതാണ് കേട്ടോ. അതെ, നല്ല സൗണ്ട് ഉണ്ട്, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലീവ് ആസ് എ ഫാമിലി എൻ്റർ ആസ് എ ഫ്രണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവരുടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ഷെഫ് ഡി ഗിരിജ, ഇവരുടെ ഒരു അവാർഡ് കിട്ടിയതാണ്. ഗിന്നസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു നല്ലൊരു മയിൽപ്പീലിയുണ്ട്. എൻ്റെ റൂം ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ ഫുള്ളി ടയേർഡായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്നും കാട്ടിത്തരാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ സാധാരണ താമസിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കാട്ടിത്തരാറുണ്ടായിരുന്നു. ഇത് സൂപ്പർ മെസ്സായിട്ട് കിടക്കുകയാണ്. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്ന റൂമാണ് കേട്ടോ. ഇത് ബാൽക്കണി ഉള്ളതാണ്. അതിനെക്കാട്ടും മുന്നേ ഇപ്പുറത്തൊരു റൂം കാട്ടിയത് കേട്ടോ. ഇതൊരു ചെറിയൊരു റൂമാണ്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെയായിരുന്നു ആ റൂം കേട്ടോ. അപ്പോൾ നൈസായിട്ട് അടിപൊളിയായിട്ട് കിട്ടില്ല റൂമാണ്. ബാത്റൂമും ചെറിയൊരു ബാത്റൂം ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ റൂമിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ 3 റൂമാണുള്ളത്. ഇത് 102, 103, 101, 3 റൂമാണ് താഴെയുള്ളത്. ഇനി എൻ്റെ റൂമിൻ്റെ ബാൽക്കണി ഞാൻ കാട്ടിത്തരാം കേട്ടോ. ആയതുകൊണ്ട് തന്നെ ഹെൽത്തിനെ കുറിച്ച് നല്ലോണം അറിയുന്ന കാരണം ഡോക്ടർ പറഞ്ഞു നീ 2-3 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാൻ കാരണം. അപ്പോൾ ഇതാണ് ഒരു പ്രൈവറ്റ് ബാൽക്കണി അല്ല, ഓപ്പൺ ബാൽക്കണിയാണ് കേട്ടോ. 2 റൂമുകാർക്കും ഷെയർ ചെയ്യുന്ന ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നമുക്ക് ചുമ്മാ റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ചില്ല് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂ ആണ് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കുറേ വില്ലേജും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ കാണാം. ഇവിടെ ഫുള്ള് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഫുള്ള് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ വൈബ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ അവിടെ എന്താണെന്ന് അറിയില്ല, അവിടെ പോയി നോക്കണം. ഞാൻ അധികം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ടോട്ടൽ മെസ്സായിട്ടുള്ള എൻ്റെ റൂം കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഇതുണ്ട് കേട്ടോ. ഇത് ഓഫ് ചെയ്യാം ഗൈസ്. നാളെ കാലത്ത് ഞാൻ ഇവിടുത്തെ ചെക്കൗട്ടാണ് കേട്ടോ. നാളെ കാലത്ത് ചെക്കൗട്ടാണ്. സോ നമ്മുടെ ബൈക്ക് ക്ലീൻ ആയിരിക്കണം.
നാളെ ഇവിടെ നിന്ന് പോകേണ്ടതാണ് കേട്ടോ. ഇവിടുന്ന് 68 കിലോമീറ്റർ ഫുള്ള് ചുരാണ്. എന്നാലും ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. ചെയ്യനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെയ്യൻ്റെ ലൈഫും കാര്യങ്ങളും എല്ലാം കുറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിവല് ക്ലിനിക് പ്ലസ് ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വിവലിൻ്റെ ഒരു ഇതാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് വല്ലാണ്ട് ഇതല്ല. ലൂബ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലൂബ് എൻ്റെ പാക്കിംഗ് ബ്ലോഗിൽ നല്ല സ്മെല്ല്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. നല്ല പൊടിയും ഇത്ര ദൂരം ചവിട്ടിയതല്ലേ. തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് കൊടൈക്കനാലിലേക്ക് 230-250 കിലോമീറ്ററിന് താഴെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഈ ബ്രഷ് നമ്മൾ കഴിഞ്ഞ പൊള്ളാച്ചിയിൽ നിന്ന റിസോർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. 2 ഇത് കൊണ്ടുപോയിക്കും ഡെൻ്റൽ കിറ്റ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പല്ലേക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സാധനം അവിടെ നിന്ന് ചൂണ്ടിയതാണ് കേട്ടോ. നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യാൻ ക്ലീൻ ചെയ്യുന്നത്. 2 ഉപകാരം. ഇതിൽ ഒരെണ്ണം വെച്ചിട്ടാണ് ഞാൻ പല്ലേക്കുക കേട്ടോ. ഞാൻ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും റിസോർട്ട് ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസോർട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. എല്ലാം കോമ്പാക്റ്റ് ആയിരിക്കും. ഷവറിങ് ജെല്ല്, ഷാമ്പൂ, അങ്ങനെ എല്ലാം. അപ്പോൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഡെൻ്റൽ കിറ്റ് ഞാൻ ഉപയോഗിച്ചു. ഇനിയിപ്പോൾ നാളെയും കാലത്ത് ഉപയോഗിക്കേണ്ടതല്ലേ. അപ്പോൾ കഴിഞ്ഞ വട്ടം പൊള്ളാച്ചിയിൽ താമസിച്ച ഈ സാധനം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വിർട്ടിൻ്റെ ലൂബാണ് ഞാൻ കാട്ടിത്തരാം. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. സാധനം ഫുള്ള് ഡ്രൈ ആയി കേട്ടോ. ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല കേട്ടോ. ക്ലീനായി നോക്കിയേ. ഇവിടെ സൈക്കിളും വേണമെങ്കിൽ കഴുകാം കേട്ടോ. ഉള്ളിലേക്ക് വെച്ചിട്ട് ആർക്കെങ്കിലും സൈക്കിളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സൈക്കിളും ഇവിടെ കഴിക്കാം, കുഴപ്പമില്ല. ഞാനിവിടെ ചോദിച്ച് ഉള്ളിലേക്ക് കയറ്റി റൂമിൽ വയ്ക്കണമെന്നില്ല, അത് ഇറങ്ങി വന്നിട്ട് ആരും എടുത്തുകൊണ്ടുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈക്കിളിൽ ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ സൈക്കിളിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 4-5 സ്റ്റെപ്പ് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഇവിടേക്ക് നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ സേഫാണ്. ഇവിടെ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ റൂമിലേക്ക് കയറ്റി വെച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നല്ല വെയിലായി. അപ്പോൾ ഈ സാധനം ക്ലീനായി. താഴോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. താഴെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും ഭയങ്കര ഇതാണ് കേട്ടോ, നേരോ ആയിട്ടുള്ളൊരു ഇതാണ്. താഴെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഒരു വീട് പോലെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരണേ. വാവ്, ഇത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റുകയാണോ. ഡോണ്ട് പ്ലക്ക് ദ ഫ്ലവേഴ്സ്. നൈസ്, അടിപൊളി. ഇവിടെ ഇങ്ങനെ ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു വാഷ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കിച്ചണും അങ്ങോട്ടേക്ക് കിച്ചൺ ഏരിയ എന്ന് കൊണ്ടിട്ടാണ്. ഇത് ഫുൾ ഫാമിലിക്കായിട്ട് നമ്മുടെ Airbnb ഒക്കെ പോലെ ചെയ്താ കൊള്ളാട്ടാ. ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ. കൊള്ളാം. ഇവിടെ നോക്കിയേ, ഇവിടെ സുഖമായിട്ട്. എൻ്റെ മോനെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? ഇത്ര നേരം സൈക്കിളിൽ ഓടി വന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ കൂളായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇത് മതിയായിരുന്നു. താഴെ ഇവിടെ നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസും ഏരിയയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലിവിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയും ചെറിയൊരു ബാൽക്കണി ഉണ്ട് തോന്നുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഓപ്പൺ ബാൽക്കണി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു നമ്മുടെ ഇതുപോലത്തെ ഇല്ല കേട്ടോ, മേലത്തെ പോലെയല്ല. യെസ്, ഓ പൊളിച്ച് ചെറിയൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് ഇവിടെ ഒന്ന് കയറി നോക്കി നോക്കട്ടെ. ഇവിടെ ജൂണോൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ ഈ വഴിയിൽ. ചെറിയൊരു ക്യാമ്പ് ഫയർ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ജൂണോൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ മേലെ നിന്ന് കണ്ടു, അപ്പോഴൊന്നും ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. ചെറിയൊരു ക്യാമ്പ് ഫയർ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, സെറ്റായിട്ടുണ്ട് കേട്ടോ. നോക്കി, ഇത് മറ്റേ ബുദ്ധൻ്റെ ഇതല്ലേ, അതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ കോണി വെച്ച് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഇവരുടെ ചെറിയൊരു പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ കിടിലൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇവർക്ക് മേലെ വുഡ് ഹൗസോ അങ്ങനത്തെ എന്തോ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പയ്യെ കയറി പോവാം. ഇത് ഒറിജിനൽ நல்லா இருக்கு. 10 வருஷம் ஆயி சார். இது 10 வருஷம். 10 வருஷம். ஆமா, இது இந்த மாதிரி ஆமா கட் பண்ணிட்டு ரெடி பண்ணிட்டு. ഓ നൈസ്. ഓക്കേ, ഒറിജിനൽ ആണല്ലേ, അടിപൊളി. ഈ സാധനം നല്ല രസമുണ്ട് കേട്ടോ. വുഡ് ഹൗസ് ഇവിടെ കിടിലൻ. ഇത് എന്നത് പൂജ റൂം മാതിരി അല്ല, പൂജ റൂം മാതിരി
ചെറിയൊരു പൂജാമുറിയും ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എണ്ണ ചെടിന്ന് சொல்ற இது பேர் தெரியுமா? ഓ നൈസാ இருக்கு, നല്ല ഫോട്ടോജനിക്കാ இருக்கு, ഫോട്ടോജനിക്ക് നല്ല ഇതാ ഇருக்கு. ഇവിടെയാണ് ഇവരുടെ ചെറിയൊരു, ഇവിടെയും ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നൈസായിട്ട്. ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ ഗൈസ്, തെറ്റിദ്ധരിക്കായിരിക്കും, പ്രൊമോഷൻ അല്ല. ഞാൻ റിലാക്സ് ചെയ്യുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഇവിടെ 2 ദിവസം താമസിച്ചതാണ് ഞാൻ, ജസ്റ്റ് ഒന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവരുടെ വുഡ് ഹൗസ്. വുഡ് ഹൗസ് ഇത് മുഴുവൻ വുഡാ. ഓ നൈസ്. ഇവിടെ 1 2 3 4 5 എത്ര പേർക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ. വലിയൊരു വീട്, പക്ഷേ കാല് പുറത്തേക്ക് പോകുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതെന്തായാലും നൈസായിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ ഹോട്ടലിൽ നിന്നും ഞാൻ അടിച്ചു മാറ്റുന്ന സാധനമാണ് കേട്ടോ ഈ സാധനങ്ങൾ. എൻ്റെ റൂമിലും ഉണ്ട്, ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്, കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ചെറിയൊരു വൈഫൈ ഇരിക്കില്ല എൻ്റെ റൂമിൽ. ആ വൈഫൈ എല്ലാം ഇരിക്കും. ആൻഡ്രോയിഡ് ടി വി നൈസ്. ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇരിക്കും, എല്ലാമേ ഇരിക്കും. ഓ നൈസ്. ടോയ്ലറ്റും എല്ലാം ഉണ്ടല്ലോ, കിട്ടില്ല. ഇത് ചെറിയൊരു വുഡ് ഹൗസ്. ഇതിൻ്റെ മേലെയും ചെറിയൊരു വുഡ് ഹൗസ് ഉണ്ട് കേട്ടോ. അത് ചെറിയൊരു സ്റ്റെയർസ് കയറി നമുക്ക് പോകണം കേട്ടോ. എൻ്റെ പൊന്നെ സീൻ നൈസ് പോയി കേട്ടോ. ഇത് 3ാമത്തെ ദിവസം കേട്ടോ ഞാനിവിടെ നിൽക്കണത് കേട്ടോ. ഡിസ്കൗണ്ട് റേറ്റിന് അവർ തന്ന കാരണം ആണ് 3 ദിവസം നിൽക്കണത്, അല്ലെങ്കിൽ 8 ദിവസം കൊണ്ട് തീർത്താനാണ് പരിപാടി കേട്ടോ. കൊടൈക്കനാൽ ട്രിപ്പ്. എൻ്റെ പൊന്നെ സീൻ. വുഡ് ഹൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേതിനെക്കാട്ടും അടിപൊളിയായിട്ട് വുഡ് ഹൗസ്. ഇത് നൈസ് ഇതായിട്ട് കേട്ടോ. നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാൻ, നൈസ്. ഇതെല്ലാം വുഡാണ് കേട്ടോ. വുഡിൻ്റെ പ്ലേറ്റും എല്ലാം വുഡൻ ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ, പ്ലേറ്റ്. നൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. ഇത് എന്നിട്ട് തന്നെ നൈസായിട്ടുണ്ട്. ഇത് നൈസായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ ഇതും ഫുള്ള് വുഡൻ ഇതിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കപ്പ്, സോസർ എല്ലാം. അതുപോലെ തന്നെ ഫുള്ള് നമുക്ക് ഈ ഭാഗങ്ങളിൽ ചുരം കയറി തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു കുപ്പിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനത്തെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങണം കേട്ടോ ട്രിപ്പൊക്കെ നിങ്ങൾ വരുമ്പോൾ. വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ ഇതാണ് കേട്ടോ, വുഡൻ ഇതാണ്. ടോയ്ലറ്റ് നോട്ടെ, ടോയ്ലറ്റ് എങ്ങനെയുണ്ട്. അപ്പോൾ വുഡൻ്റെ ആകുമ്പോൾ മരം വുഡൻ പണിയാവില്ല. ഓ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. ഓ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ല ഷവർ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നത്. നൈസ്. ഓ ചെറുത് ഭയങ്കര ഇതായിട്ട് കേട്ടോ, ലൈക്ക് പ്രിസൈസായിട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ നൈസായിട്ടുണ്ട്. ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതെന്താ ഇവിടെ എന്താ, എൻ്റെ ദൈവമേ പൊളിച്ച് നൈസ്. ഇത് ചെറിയൊരു ബാൽക്കണി കേട്ടോ. ഇവിടെ നമ്മൾ കിടക്കുന്നു. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണി വ്യൂ കേട്ടോ. ബാൽക്കണി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയേ, സെറ്റ് അടിപൊളി ബാൽക്കണി വ്യൂ. ഇവിടുത്തെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേലത്തെ റൂം കേട്ടോ, താഴത്തേക്കാട്ടും ബെറ്ററാണ് മേലെ. ഇത് നോക്കിയേ, ഇവിടെയാണ് പുറത്ത് ചെറിയൊരു ബാൽക്കണി കേട്ടോ. എൻ്റെ പൊന്നെ ഇത് ഭയങ്കര ഹൈറ്റിലാണ് നമ്മളുള്ളത്, ഭയങ്കര ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഈ ബാൽക്കണി നമ്മുടെ ഇതുപോലെയല്ല, നമ്മൾ താഴെ എൻ്റെ റൂമിൽ നിന്നില്ല, അതുപോലത്തെ അല്ല കേട്ടോ. ഇത് ഭയങ്കര ഹൈറ്റിൽ. ഇതാണ് എൻ്റെ പുതിയ വീട് ഗൈസ്. 3 ദിവസത്തെ വീട്. 3 ദിവസം വീട് പോലെ കരുതിക്കോ മോനെ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ചെന്നൈയിലാണ് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ആളിവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തിയേനെ. ഇതാണ് ബാൽക്കണി ഏരിയ. ഈ ഒരു വ്യൂ ആണ് കേട്ടുള്ളത്. ഇപ്പുറത്ത് കേട്ടോ, ഇപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഉള്ളത്. ഫുള്ള് നൈസ്, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നല്ല തണവും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫാനില്ല, എ സി ഇല്ല, സംഭവമൊന്നുമില്ല കേട്ടോ. ഊട്ടിയിൽ പോയ പോലെ തന്നെ. ഊട്ടിയിൽ പോയപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഓണർ ഹോട്ടലിൽ പോയിട്ട് ചേട്ടാ എ സി ഉണ്ടാവുമോ 1000 രൂപയുടെ റൂമിന് എന്നൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ക എതുക്കിടാ തമ്പി എ സി എന്ന് പറഞ്ഞാൽ അതിൽ കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല ഇതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ബ്ലാങ്കറ്റും അതിൻ്റെ മേലെ ബ്ലാങ്കറ്റ് ഇട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എ സിയും കാര്യങ്ങളൊന്നും ഫാനൊന്നുമില്ല. നല്ല ഒട്ടുക്കത്തെ തണവാണ് കൊടൈക്കനാൽ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര തണവ് കൂടി ഉണ്ടാവുമെന്ന്. കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് മറ്റേ നമ്മുടെ ഇവിടുത്തെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വ്യൂ മറ്റേ അടിയിൽ കണ്ടില്ലേ, താഴെ ഒരു ഹിൽ ടോപ്പിലാണ് ഈ സംഭവം നിൽക്കുന്നത്. ഒരു 4 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം, നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും വേണമെങ്കിൽ കേട്ടോ. ഇത് വുഡ് ഹൗസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. വേറെ അതും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അപ് ടു യു ഗൈസ്. ഞാൻ പറയാം, ഞാൻ ചുമ്മാ റിലാക്സ് ചെയ്യുക, ചെറിയൊരു വീഡിയോ എടുക്കുക. സൈക്കിള് ചവിട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അണ്ണാ എന്താ വുഡ് ഹൗസ് സ്റ്റേ പണ്ണതുക്ക് എവ്വളോ ആകും 1 night?
டிபெண்ட்ஸா ஆனால் எவ்வளோ ஆகும்? ரேட்டு மாறும். 8 10 12 கேண்டில் லைட் டின்னர் காம்ப்ளிமெண்ட்ரி பிரேக்ஃபாஸ்ட் லஞ்ச் டின்னர் எல்லாம் சேர்த்து எல்லாம் ஓரோ நாளைக்கும் டிஃப்ரெண்டாக இருக்கும். ரைட், டிஃப்ரெண்டாக இருக்கும். ஓகே ஓகே. ஃப்ரைடே சாட்டர்டே வீக்கெண்டு கொஞ்சம் ரேட்டு கொஞ்சம் கூட இதாக இருக்கும். பீக் டைமில் எவ்வளோ இருக்கும்? பீக் டைம் சீசன் டைம்னா ஒரு 12,000 வரும். 12,000 வரும். 12,000 கேண்டில் லைட் டின்னரோட சேர்த்து டின்னர் எல்லாமே அமெனிட்டிஸ் எல்லாம் இன்க்ளூட் இருக்கும். ஈவினிங் ஐடி டின்னர் கேண்டில் லைட் டின்னர் எல்லாம் வரும். பீக் டைம் அது எப்போ பீக் டைம்? பீக் டைம்னா ஏப்ரல் மே ஜூன் 15th வரை. ஏப்ரல் மே ஜூன் பீக் டைம். ஆமா பீக் டைம் சீசன் டைம் கொடைக்கானல் அந்த டைம்ல ரொம்ப அதிகமா இருக்கும், தனவா அதிகமா இருக்கும். ஆமா கெஸ்ட் கொஞ்சம் கூடுமா இருக்கும். ഓക്കെ ഓക്കെ. വെക്കേഷൻ ടൈം താനേ அந்த ടൈം? വെക്കേഷൻ താ. ഓക്കെ. നമ്മുടെ രാത്രിയിലത്തെ ഡിന്നർ വന്നോണ്ട് കേട്ടോ. ഓക്കെ ഡിന്നർ നൂഡിൽസ് ആണ്. നൂഡിൽസ് ഓക്കെ. നൂഡിൽസ് ചിക്കൻ 65. ഓക്കെ എങ്ങനെ വെച്ചിരുന്നു ഗൈസ്? ഇവിടുത്തെ മെസ്സ് നോക്കണ്ട കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് റൂമിലുള്ള കാരണം ഞാൻ പിന്നെ പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല. ഞാൻ എഗ്ഗ് ഫ്രൈഡ് നൂഡിൽസ് ഓർഡർ, എൻ്റെ അമ്മേ നല്ല ചൂടുണ്ട് കേട്ടോ. എഗ്ഗ് നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് കഴിക്കാൻ കുറച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു? വിശേഷം എന്ന് പറഞ്ഞ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ 65 കേട്ടോ. പ്രോട്ടീൻ കയറ്റണ്ട നമുക്ക്, പ്രോട്ടീൻ കയറ്റാൻ ചിക്കൻ 65 ഓർഡർ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ചിക്കൻ 65 കൊള്ളാം കേട്ടോ, ടേസ്റ്റ്. ഇവിടെ തന്നെ കുക്ക് ചെയ്യണതാണ്. ഞാൻ പറഞ്ഞില്ലേ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഷെഫാണ്. അപ്പോൾ ഷെഫ് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇവിടുത്തെ കെയർ ടേക്കറാണ്, എല്ലാം ആള്. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. തമിഴ്നാട്ടിലത്തെ കോഫി നിങ്ങൾ പെട്ടാണെങ്കിൽ കുടിച്ചോളൂ കേട്ടോ. അടിപൊളിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലാസ് വാങ്ങി കുടിക്കും. അടിപൊളി കോഫി കിട്ടുന്നതായിട്ട്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇത് എഗ്ഗാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് നൂഡിൽസ് കൂടിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ടൈപ്പ് കേട്ടോ. കൊള്ളാം. ഇത് ഫുൾ ആക്ച്വലി ഒരു റെസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. കാരണം ഇത്രയും കിലോമീറ്റർ നമ്മൾ ചവിട്ട് ചെയ്തല്ലേ. അപ്പോൾ ഇത്രയും ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. നാളെ കാലത്തായിരിക്കും കേട്ടോ നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് പോണത്. ഒരു എക്സ്ട്രാ ഒരു ദിവസം എടുത്തു നമ്മളിവിടെ നിൽക്കാൻ. റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ മുഖമൊക്കെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ആകെ ഇതായെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ കാലത്ത് ഇവിടെ നിന്ന് പെപ്പര ഓർമ്മയില്ലേ 68 കിലോമീറ്റർ കിടിലൻ സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ദാറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും കൊടൈക്കനാൽ നോക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ആണെങ്കിൽ മാത്രം ഇവിടെ നോക്കുക. സൈക്ലിസ്റ്റുകൾക്കും ഇവിടെ നോക്കാം. പക്ഷേ ഒരു 4 കിലോമീറ്റർ മേലോട്ട് കയറി വരണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.